കഥയുടെ പേര് പവർ ഓഫ് ഹാബിറ്റ് എന്നാണ്. ഒരു കാലത്ത് ഒരു കുശവനുണ്ടായിരുന്നു. അയാൾക്ക് ധാരാളം കഴുതകളുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ ആ കഴുതകളെയെല്ലാം കൊണ്ടുപോയി മണ്ണ് കൊണ്ടുവന്നിരുന്നു. പിന്നെ അയാൾ ആ മണ്ണിൽ നിന്ന് കലങ്ങളുണ്ടാക്കുമായിരുന്നു. തിരിച്ചു പോകുമ്പോൾ അയാൾ ഒരു വലിയ മരത്തിനടിയിൽ വിശ്രമിക്കാറുണ്ടായിരുന്നു. എല്ലാ കഴുതകളെയും മരത്തിന്റെ തടിയിൽ കെട്ടിയിട്ട് കുറച്ചുനേരം ഉറങ്ങുമായിരുന്നു. ഒരു ദിവസം അയാൾ തിരികെ വരുമ്പോൾ പതിവ് പോലെ തന്റെ കഴുതകളെയെല്ലാം മരത്തിന്റെ തടിയിൽ കെട്ടാൻ ആഗ്രഹിച്ചപ്പോൾ തനിക്ക് ഒരു കയർ കുറവാണെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ കഴുതയെ കൂടെ കൊണ്ടുപോയി വിശ്രമിക്കുമ്പോൾ അയാളെ ശ്രദ്ധിക്കാൻ അയാൾ തീരുമാനിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ കഴുത വളരെയധികം ശബ്ദമുണ്ടാക്കിയതിനാൽ കുശവന് വേണ്ടത്ര ഉറക്കം ലഭിച്ചില്ല. അപ്പോഴേക്കും ഒരു ഗ്രാമീണൻ അതുവഴി കടന്നുപോകുന്നുണ്ടായിരുന്നു. കുശവൻ അല്പം വിശ്രമിക്കാൻ ശ്രമിക്കുന്നത് അയാൾ കണ്ടു. പക്ഷേ കഴുത ഉണ്ടാക്കിയ ശബ്ദങ്ങൾ കാരണം അയാൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അയാൾ ആ കുശവന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, "പ്രിയ സുഹൃത്തേ, ഞാൻ നിനക്കൊരു തന്ത്രം തരാം. കഴുതയെ അതിന്റെ സാധാരണ സ്ഥലത്തേക്ക് കൊണ്ടുപോയി മരത്തിനു ചുറ്റും ഒരു കെട്ടഴിക്കുന്നതായി നടിക്കുക." കുശവൻ ഗ്രാമീണന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. പക്ഷേ അയാൾ അത് പരീക്ഷിച്ചു നോക്കാൻ ആലോചിച്ചു. അങ്ങനെ അയാൾ കഴുതയെ തുമ്പിക്കൈയുടെ അടുത്തേക്ക് കൊണ്ടുപോയി കഴുതയുടെ കഴുത്തിലും മരത്തിലും ഒരു കെട്ടഴിക്കുന്നതായി നടിച്ചു. കഴുത അനങ്ങുന്നില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ തിരികെ പോയി കുറച്ചുനേരം ഉറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഉണർന്നു. തന്റെ എല്ലാ കഴുതകളെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അയാൾ എല്ലാ കഴുതകളെയും അഴിച്ചുമാറ്റി നടക്കാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ മരത്തിൽ കെട്ടുന്നതായി നടിച്ച കഴുത ഒട്ടും അനങ്ങുന്നില്ലെന്ന് അയാൾ കണ്ടു. അങ്ങനെ അയാൾ കഴുതയുടെ അടുത്തേക്ക് പോയി ആ മരത്തിൽ നിന്ന് അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ആ കഴുത അനങ്ങിയില്ല. യാദൃച്ഛികമായി മുമ്പ് ഈ തന്ത്രം പറഞ്ഞ ഗ്രാമീണൻ അവിടെ നിന്ന് പോകുകയായിരുന്നു. കുശവന്റെ പോരാട്ടം കണ്ടപ്പോൾ അയാൾ അവന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, "ഓ എന്റെ സുഹൃത്തേ, ഇപ്പോൾ നീ അവനെ കെട്ടുന്നതായി നടിച്ചു, അത് പ്രവർത്തിച്ചു. ഇപ്പോൾ നീ കഴുതയെ അഴിക്കുന്നതായി നടിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ അവിടെ നിന്ന് അനങ്ങില്ല." അങ്ങനെ കുശവൻ വീണ്ടും കഴുതയെ അഴിക്കുന്നതായി നടിച്ചു. അത് ഒരു മാന്ത്രികത പോലെ പ്രവർത്തിച്ചു. ആ കഴുത വീണ്ടും ആ കുശവനൊപ്പം മറ്റ് എല്ലാ കഴുതകളോടും കൂടി നടക്കാൻ തുടങ്ങി. അപ്പോൾ കഥയുടെ ധാർമ്മികത നമ്മളെല്ലാവരും ശീലങ്ങളാൽ ബന്ധിതരാണ് എന്നതാണ്. അതിനാൽ നിങ്ങൾ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ ഒരു ശീലമാക്കാൻ ശ്രമിക്കുക. അത് ഒരു ശീലമായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുന്നു.